അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞാൻ കുറച്ച് റിസ്കി വഴികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ റൂട്ടിലുള്ളത്. ഒരുപാട് റിസ്കി ഒന്നുമല്ല, എന്നാലും കുറച്ച് റിസ്കി. ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ചെറിയ വഴികളാണ്. കുറച്ചൊക്കെ റിസ്ക് ആയിട്ടുള്ള വഴികളാണ് ഇവിടെയുള്ളത്. ഒരുപാടൊന്നുമല്ല എങ്കിൽ തന്നെയാണെങ്കിലും നമ്മുടെ ലേ ലഡാക്കിനെയൊക്കെ സംബന്ധിച്ച് നോക്കിയാൽ വളരെ ഈസി ആയിട്ടുള്ള വഴികളാണ്. എന്നാൽ തന്നെയാണെങ്കിലും ഈ റൂട്ടിനകത്ത് ബുദ്ധിമുട്ടുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ റൂട്ടിൽ മാത്രം മണ്ണിടിച്ചിൽ കുറച്ച് കൂടുതലാണ്. ബാക്കിയുള്ള റൂട്ടുകളെ അപേക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലാണ് എന്ന് തന്നെ പറയാൻ പറ്റും. എപ്പോഴാണ് ഇങ്ങനെ മണ്ണിടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു മണ്ണിടിച്ചിലല്ല. ഒരു മലയൊക്കെ ഫുള്ളായിട്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉരുണ്ടിയാടുന്നത്. അപ്പോൾ 1 കിലോമീറ്ററോളം അല്ലെങ്കിൽ 2 കിലോമീറ്ററോളം ദൂരത്തൊക്കെ മണ്ണ് ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് റോഡ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരാനായിട്ട് കുറേ സമയമെടുക്കും. ഇപ്പോൾ തന്നെ ഈ സ്ഥലമൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും, മണ്ണൊക്കെ ഇടിഞ്ഞിട്ട് അധിക നാളുകൾ ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കിയിട്ടേ ഉള്ളൂ. പിന്നെ ഈ റൂട്ടൊക്കെ പോകുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിറയെ വെള്ളമൊക്കെ ഒഴുകി വരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ. അപ്പോൾ വഴി ഫുള്ളായിട്ട് സ്ലിപ്പായിട്ട് കിടക്കുന്ന വഴിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിയുന്ന റൈറ്റ് സൈഡൊക്കെ ചേർത്തൊക്കെ കുറച്ചൊക്കെ പോവുക. പിന്നെ ലെഫ്റ്റ് സൈഡൊക്കെ ചേർത്ത് വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ലെഫ്റ്റ് സൈഡൊക്കെ ചേർന്ന് പോകുമ്പോൾ വണ്ടി സ്ലിപ്പാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടേക്ക് നോക്കിയാലും അറിയാൻ പറ്റും, നിറയെ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഈ റൂട്ടിൽ നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അപ്പുറത്തെ സൈഡിലായിരിക്കും, തിരിച്ച് പോരുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ ഇതേപോലെ മലയൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ആ മലയൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നത് പിന്നെ വണ്ടി വന്ന് ഇതൊക്കെ മാറ്റി, മണ്ണൊക്കെ മാറ്റി റോഡൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് തന്നെ 2-3 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ ആ 3 ദിവസങ്ങളോളം നമ്മൾ ചിലപ്പോൾ അപ്പുറത്തെ സൈഡിൽ കിടക്കേണ്ടി വരും. ഇവിടെ നോക്കിയാലും അറിയാൻ പറ്റും, മണ്ണൊക്കെ ഇപ്പം മാറ്റിയിട്ടേ ഉള്ളൂ. ഒരു മലയൊക്കെ ഇടിഞ്ഞ സ്ഥലമാണ്. കല്ലൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഒരു നെറ്റ് ഇട്ടിട്ടുണ്ടാവും, കല്ലൊക്കെ ഉരുണ്ടിയാടാതിരിക്കാണ്ട്. അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ വണ്ടിക്കാരെയൊക്കെ മുകളിലേക്ക് ഉരുണ്ടിയാടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നെറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ മണ്ണാവുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. മണ്ണിനകത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം ഇവർ കുറേയൊക്കെ സൈഡൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. പക്ഷേ കെട്ടി വെച്ചാൽ തന്നെയാണെങ്കിലും മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ആ കെട്ടൊക്കെ ഉരുണ്ടി ഇങ്ങോട്ടേക്ക് വരും. അപ്പം ഞാൻ ഈ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചു എന്നൊരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ഇതേപോലെ ഒരുപാട് ഈ ട്രിപ്പൊക്കെ പോകുന്ന ആളുകളുടെയൊക്കെ ലേഖനങ്ങളൊക്കെ വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയി. അതായത് ഈ റൂട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സംഗതികൾ കാണാനുണ്ട്. അപ്പോൾ അതുവരെ എനിക്കറിയത്തില്ലായിരുന്നു ഈ റൂട്ട് ഇതേപോലെ കാണാനുള്ള സംഗതികളുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം ആ ഒരു രീതിയിലായിരുന്നു ഞാൻ എപ്പോഴും ഹരിദ്വാർ, ഋഷികേശ് ആ ഒരു ഏരിയ ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ബദ്രിനാഥ്, കേദാർനാഥ് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ വിചാരിച്ചത് ഇവിടെ തീർത്ഥാടനം ആ രീതിയിൽ മാത്രമായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അവിടെ വാലി ഓഫ് ഫ്ലവർ ഉണ്ട്. അതായത് നിറങ്ങൾ മാറുന്ന ഒരു വലിയ താഴ്വാരം. അപ്പോൾ ഓരോ സമയത്ത് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം ഇടവിട്ട് ഓരോരോ കളറുള്ള പൂക്കളായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ 3 മാസം കൂടുമ്പോൾ ഒരു കളർ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 3 മാസം കൂടുമ്പോൾ അടുത്ത കളർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ തവണ വരുമ്പോഴും അതിൻ്റെ കളർ വേറെ ആയിരിക്കും. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ നിറങ്ങൾ മാറുന്ന ഒരു താഴ്വാര എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്, വാലി ഓഫ് ഫ്ലവർ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ചൈനയുടെ ബോർഡറാണ് അവിടെ. അതായത് ഇന്ത്യയുടെ അവസാനത്തെ വില്ലേജ് അവിടെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ബോർഡർ എന്നൊക്കെ പറയാൻ പറ്റും. നമുക്ക് അവിടെ പോവുക എന്ന് പറഞ്ഞാൽ തന്നെയാണെങ്കിലും നമുക്കൊരു വലിയ കാര്യമാണ്. പിന്നെ വസുധാര വെള്ളച്ചാട്ടമുണ്ട്. വസുധാര വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ചെറിയ വെള്ളച്ചാട്ടമാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ചെന്ന് അവിടെ നിന്ന് കഴിയുമ്പോൾ ഈ വെള്ളച്ചാട്ടം നമ്മളെന്തെങ്കിലും നുണയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ മേലേക്ക് ആ വെള്ളം വരികയില്ല, അത് വഴി മാറി ഒഴുകും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം തെറ്റാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ വീഴില്ല, ആ വെള്ളം വേറെ ഒരു സ്ഥലത്തായിരിക്കും വീഴുന്നത്. അപ്പോൾ ഒരു തീരെ ചെറിയൊരു വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ അത് കാറ്റിൻ്റെ അനുസരിച്ച് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ബദ്രിനാഥിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നീലകണ്ഠ പർവ്വതം എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. അപ്പോൾ അവിടെ ആദ്യമായിട്ട് സൂര്യകിരണം വന്ന് പതിക്കുന്ന അവിടെയാണ്. അപ്പോൾ അവിടെ ഒരു ഗോൾഡൻ കളറുള്ള ഒരു വ്യൂ വരും. അപ്പോൾ അത് കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ രാവിലെ തന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാഴ്ച കാണാൻ പറ്റും. ഫുള്ളായിട്ട് ഒരു വലിയൊരു പർവ്വതം ഫുള്ളായിട്ട് ഗോൾഡൻ കളറ്, ആ ഒരു ഫീലിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വേറെ എല്ലാ പർവ്വതങ്ങൾക്കും അതേ കളർ വരില്ല, പക്ഷേ ആണെങ്കിൽ നീലകണ്ഠ പർവ്വതത്തിന് അതേ കളർ വരും. അപ്പോൾ അങ്ങനെയുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ വാലി ഓഫ് ഫ്ലവറിനകത്ത് ബ്രഹ്മകമലം എന്ന് പറയുന്ന പൂവുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കത് കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ബ്രഹ്മകമലം പൂവ് അന്വേഷിച്ച് ഞാൻ കുറേ നടന്നു. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ട്രെക്കിങ് പോലെ ചെയ്ത് ഉള്ളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ
റോഡ് സൈഡിലൊന്നും അത് ഉണ്ടാകില്ല. അതേപോലെ തന്നെ അത് ഒരു ചില സീസണുകളിൽ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. ഈ വാലി ഓഫ് ഫ്ലവറിനകത്തൊക്കെ ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ബ്രഹ്മകമലം ശരിക്കും ഒരു വെളുത്ത പൂവാണ്. ഏകദേശം ഒരു താമരയുടെ ഒക്കെ ഷേപ്പ് അതേപോലെയൊക്കെ തന്നെയുണ്ട്. അതൊന്ന് വിരിഞ്ഞ് നിൽക്കുന്നത് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഞാൻ 1-2 വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രദേശം ഫുള്ളായിട്ട് ഈ ബ്രഹ്മകമലം പൂവിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു. പക്ഷേ നമുക്ക് അതേ സമയത്ത് ആ ഒരു ഏരിയയിലൊന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അതേപോലെയുള്ള കുറേ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ. പിന്നെ ചാമോലി ഓലിയൊക്കെ ഉണ്ട്. ഓലിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ട്രിപ്പൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ ഈ ബദ്രിനാഥ് അമ്പലത്തെക്കുറിച്ച് പിന്നീട് കേട്ട് കഴിഞ്ഞപ്പോൾ അതും ഒരു ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. ഒരുപാട് പഴക്കങ്ങൾ ഉള്ള ഒരു അമ്പലം തന്നെയാണത്. 6 മാസം മഞ്ഞിൽ ഫുള്ളായിട്ട് മൂടിക്കിടക്കുന്ന ഒരമ്പലമാണ്. അതേപോലെ തന്നെ 6 മാസം മാത്രമാണ് ആളുകൾക്ക് വേണ്ടി ഓപ്പണാക്കി കൊടുക്കുകയുള്ളൂ. അപ്പോൾ 6 മാസവും അവിടെ ഒരു ജ്യോതിയുണ്ട്. ആ ജ്യോതി ഒരു വിളക്കാണ്. ആ വിളക്ക് കെടാതെ തന്നെ അതിനകത്തുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവസാന ദിവസം അവിടെ ഭയങ്കര തിരക്കാണ്. ഈ ബ്രഹ്മകമലം പൂവ് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പോന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രാർത്ഥന ഫലിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ ഈ ബദ്രിനാഥ് എന്ന് പറയുന്ന സിനിമ കാണുന്നത്, അല്ലു അർജുൻ്റെ. അപ്പോൾ അല്ലു അർജുൻ്റെ ഒക്കെ ഞാനൊരു ഫാൻ ആയതുകൊണ്ട് തന്നെ ആ ഫിലിം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ ഞാൻ ഇതിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സിനിമയിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നതാണ്. അതായത് ആ സിനിമ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ഷേത്രത്തിനകത്ത് പൂജ ചെയ്യുന്ന ആളുടെ പേര് റാവൽജി എന്നാണ്. നമ്മുടെ നാട്ടിലെ കീഴ്ശാന്തിയൊക്കെ പോലത്തെ ഒരു ആളാണ്. അപ്പം നമ്മുടെ നാട്ടിലെ മലയാളി തന്നെയാണ് ഇവിടെ വർഷങ്ങളായിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വെറും ഒരു പൂജാരിയല്ല. ഈ ഒരു ഏരിയ, അതായത് ഈ ബദ്രിനാഥ് എന്ന് പറയുന്ന ഒരു ഏരിയ ഫുള്ളായിട്ട് അയാളുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്തൊരു സംഭവം ഉണ്ടായാലും ഒരു തീരുമാനം എടുക്കുന്നത് അയാളാണ്. ഒരു കിരീടം വയ്ക്കാത്ത രാജാവ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള അത്രയ്ക്ക് പവറോട് കൂടിയിട്ടുള്ള ഒരാളാണ് അവിടെ ഉള്ളത്, ഈ പൂജ ചെയ്യുന്നയാൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ് ഇത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പെട്ടെന്ന് പോയി വരാം എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഈ റൂട്ട് തുടക്കം തന്നെ ഞാൻ ഒന്നും കൂടെ പറയാം. ഹരിദ്വാറുണ്ട്, ഋഷികേശ് ഉണ്ട്. അപ്പോൾ പിന്നെ തുടങ്ങുന്നതെല്ലാം ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, ക്രാണപ്രയാഗ് അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ്. അവിടുന്ന് ഈ അളകനന്ദ നദിയുടെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ വരുന്നത്. ബദ്രിനാഥ് ഉണ്ട്, ഏറ്റവും അവസാനമായിട്ട് മനയുണ്ട്. അപ്പോൾ വഴിയൊന്നും തെറ്റാനില്ല. അതായത് ഒരേ ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും സൈൻ ബോർഡുണ്ട്. നമ്മൾ ഏതെങ്കിലുമൊക്കെ തിരിയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈൻ ബോർഡൊക്കെ ഉണ്ട്. ഏകദേശം ഡൽഹിയിൽ നിന്ന് 600 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഹരിദ്വാറിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് ഏകദേശം 300 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ ഈ 300 കിലോമീറ്റർ ആണെങ്കിലും ഇതേപോലെയുള്ള ചെറിയ ചെറിയ വഴികളാണ്. പെട്ടെന്നൊന്നും നമ്മൾ വരാം എന്ന് വിചാരിക്കേണ്ട. പിന്നെ കുറേ ബൈക്കിനൊക്കെ സിംഗിളായിട്ട് സോളോ ഒക്കെ ആയിട്ട് പോരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ തവണ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 1-2 തവണ വലിയ വലിയ അപകടമൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ വെള്ളം ഒരു 50 മീറ്ററോളം ദൂരത്തോളം റോഡിൽ കൂടെ തന്നെ വെള്ളം കുത്തി ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വേണം നമ്മൾ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ സോളോ ഒക്കെ ആയിട്ട് പോരുക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക് ആയിട്ടുള്ള റൂട്ടാണ്. എങ്കിലും നമുക്ക് ആ പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഒരു ഭംഗിയുള്ള റൂട്ട് എന്നൊക്കെ പറയാൻ പറ്റും ഇത്. ഒരുപാട് കഥകളൊക്കെ ഉള്ള റൂട്ടാണ്. പക്ഷേ എനിക്ക് കഥകളൊന്നും പറയാൻ അത്ര വശമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തൊക്കെ ഒതുക്കുകയാണ്. എങ്കിൽ തന്നെയാണെങ്കിലും ചെറിയ ചെറിയ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഈ റൂട്ടിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് പോകാനൊക്കെ ഇൻട്രസ്റ്റഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും പോയി കാണേണ്ട സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ സൈൻ ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നൈനിറ്റാളൊക്കെ പോകാം. പക്ഷേ ശരിക്കുള്ള റൂട്ട് ഇവിടെ ഇതല്ല, വേറെയാണ്. ഡൽഹിയിൽ നിന്ന് ഈസി ആയിട്ട് പോകുന്ന റൂട്ടാണ് നൈനിറ്റാൾ. അതേപോലെ തന്നെ ഒരുപാട് പാലങ്ങളുണ്ട് ഈ റൂട്ട്. ഇതേപോലുള്ള പാലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബൈക്കിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തെടുത്ത് ഇങ്ങനെയൊക്കെ പോകും. ബൈക്ക് ആയതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് ഒതുക്കാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ റീൽസൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള പാലങ്ങളിലൊക്കെ നിന്ന് റീൽസൊക്കെ ചെയ്യാനായിട്ട് നല്ല സ്ഥലങ്ങളാണ്. പിന്നെ ഈ റൂട്ടിനകത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഒരുപാട് വണ്ടികളൊന്നുമില്ല, തീരെ കുറവാണ് വണ്ടികളുടെയൊക്കെ എണ്ണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ടൊക്കെ പോയി വരാൻ പറ്റും. അപ്പോൾ ഈ തവണത്തെ ട്രിപ്പിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യത്തെ തവണ പോയപ്പോഴത്തേക്കും ഞാനൊരു ഹിമാലയൻ മൊണാൾ എന്നും പറഞ്ഞിട്ടൊരു പക്ഷിയുണ്ട്. അപ്പോൾ പക്ഷിയാണ് ഏകദേശം ഒരു മയിലിനെ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഒരു ഫീമെയിൽ മയിലിൻ്റെയൊക്കെ ഒരു ഷേപ്പുള്ളൊരു പക്ഷിയാണ്. അപ്പോൾ പല കളറുള്ള പക്ഷിയാണിത്. അപ്പോൾ ഹിമാലയൻ മൊണാൾ എന്നാണ് ഇത് പറയുന്നത്.
അപ്പോൾ ആദ്യത്തെ തവണ പോയപ്പോൾ ഞാനത് കാണാനായിട്ട് കുറേ ശ്രമിച്ചായിരുന്നു. അപ്പോൾ ആദ്യത്തെ തവണ പോയപ്പോൾ ഞാനാണെങ്കിൽ ഈ ചോപ്പട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നൈറ്റ് ഏകദേശം രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ആ റൂട്ട് കവർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതൊരു എന്താ പറയുന്ന ഒരു കാടാണ്. ആ കാട്ടിൽ കൂടി ആണ് ഞാൻ രാത്രിയല്ല ഒരു 3 മണിക്കൊക്കെയാണ് ഞാൻ അതിനകത്ത് എൻട്രി ചെയ്തത്. പക്ഷേ കാട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ അത് ഇരുട്ടായി. മൊത്തം മരങ്ങളൊക്കെ ആയ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ മൊത്തം ഇരുട്ടായിട്ടുള്ള ഒരു പ്രദേശമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പക്ഷിയെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ തവണത്തെ ട്രിപ്പിനകത്ത് ആ പക്ഷിയെ ഒന്ന് കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആ വീഡിയോയ്ക്കകത്ത് ആ പക്ഷിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ബൈക്ക് യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും എനിക്ക് ബൈക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലുള്ള റൂട്ടുകളുടെ വീഡിയോ ഒക്കെ ഇടുന്നത്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇച്ചിരി റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു റൂട്ടൊക്കെ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇച്ചിരി റിസ്ക്കൊക്കെ പിടിച്ചൊരു റൂട്ട് പോകുമ്പോൾ തന്നെ മനസ്സിനൊരു മെൻ്റലി നമ്മൾ കുറച്ച് പ്രിപ്പയർ ആവും. അപ്പോൾ ബാക്കിയുള്ള കുറേ ടെൻഷനൊക്കെ മാറിക്കിട്ടും. ആ റൂട്ടിൻ്റെ കുറേ റിസ്ക് കാര്യങ്ങളൊക്കെ വിചാരിച്ച് ബാക്കിയുള്ള ചെറിയ ചെറിയ കുറേ ടെൻഷനൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലുള്ള റൂട്ടുകളൊക്കെ കൂടുതലും പോകാറുള്ളത്. ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി നമ്മൾ മെൻ്റലി ഒന്ന് പ്രിപ്പയർ ആവും. ഇതേപോലുള്ള വലിയ വലിയ റൂട്ടൊക്കെ ഒന്ന് നമ്മൾ പോയി കണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും. പിന്നെ ഈ റൂട്ട് വലിയ വലിയ പട്ടികളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 1-2 എണ്ണം നമ്മൾ വട്ടം ചാടിയിട്ടുണ്ട്. അപ്പോൾ ജയ്പൂർ അജ്മീറൊക്കെ ഉള്ള റൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പട്ടികൾ ഇഷ്ടം പോലെ വന്ന് വട്ടം ചാടാറുണ്ട്. പട്ടീനെ കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പട്ടിയുടെ ബാക്ക് സൈഡിൽ കൂടെ നമ്മൾ കയറി പോകണം. പക്ഷേ ഈ ഒരു 3 പട്ടി ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും നമ്മൾ വളരെ സ്ലോ ആക്കാൻ പറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇന്നത്തെ വീഡിയോ അങ്ങനെ തീരുകയാണ്. ഇത് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടണൽ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആ ടണലിൻ്റെ അപ്രവശം എന്താണ് എന്ന് കാണണം എന്ന ആഗ്രഹമുള്ളവർ കൂടെ കമൻറ്റൊക്കെ ഇട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂടെ കൂടുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.